പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂലൈ മാസം 21 ആമേൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോടും നന്ദി പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നടത്തി. അതിനായിട്ട് കരം ഉയർത്തി സ്തോത്രം പറ. സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ ആമേൻ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തുന്നതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവിൻ്റെ തിരുവഴുത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനക്കാരൻ. ആമേൻ ആമേൻ. അതിൻ്റെ 89-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് കർത്താവിൻ്റെ വിശ്വസ്തതയെ അറിയിക്കും. അപ്പോൾ യഹോവയുടെ കൃപകളെക്കുറിച്ച് പാടും. കർത്താവ് എനിക്ക് ചെയ്ത നന്മകളെ ഓർത്ത് ഞാൻ നന്ദി പറയും. കർത്താവ് എന്നോട് തോന്നിയ കരുണ, പാപിയായിരുന്ന എന്നെ സ്നേഹിച്ച സ്നേഹത്തിനായിട്ട് അത് ഞാൻ എല്ലാവരോടും പറയും. യേശു എന്നെ സ്നേഹിച്ചു. ഞാൻ യോഗ്യതയുണ്ടായിട്ടില്ല, എനിക്ക് അർഹതയുണ്ടായിട്ടില്ല, ദൈവത്തിൻ്റെ മകനാകുവാൻ ഞാൻ യോഗ്യനായിട്ടില്ല. എന്നോട് കരുണ തോന്നിയത് ഓർത്ത് സ്തോത്രം. എന്നെ സ്നേഹിച്ചത് ഓർത്ത് സ്തോത്രം. ആമേൻ ആമേൻ. കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ഞാൻ പറയും, എന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് പറയും. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വൈദ്യലെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക. അവൻ്റെ കരുണകളെക്കുറിച്ച് പറയുക, അവൻ്റെ ദയയെക്കുറിച്ച് പറയുക, അവൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് പറയുക. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിൽ ആമേൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഏത് സമയത്താണെങ്കിലും അവർ ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി നടക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകട്ടെ, ദൈവശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ, എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ ശക്തി കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്നപ്പോൾ പൗലോസും ശീലാസിൻ്റെ മേലും ഉണ്ടായിരുന്ന ചെങ്ങലകൾ പൊട്ടിപ്പോയതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ചില ചെങ്ങലകൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ നന്മയെ തടഞ്ഞു വെച്ചിരിക്കുന്നത്, ആരോഗ്യത്തെ ബന്ധിച്ചിട്ടിരിക്കുന്നത്, ആമേൻ ആമേൻ ഉയർച്ചയെ ബന്ധിച്ചിട്ടിരിക്കുന്ന ആമേൻ ശത്രുവിൻ്റെ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തകർന്നു പോകട്ടെ. യേശു ക്രിസ്തുവിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരാകട്ടെ. യേശു ക്രിസ്തുവിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ മുന്നേറട്ടെ. യേശു ക്രിസ്തുവിൽ നിൻ്റെ കുഞ്ഞുങ്ങൾ അത്ഭുതമായി മാറട്ടെ. ഇന്നത്തെ പകൽക്കാലം കർത്താവിൻ്റെ വലിയ പ്രവൃത്തി തൻ്റെ മേൽ വെളിപ്പെടട്ടെ. രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ആമേൻ. പൈൽസിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സൗഖ്യമാകട്ടെ. ദൈവശക്തിയാൽ സൗഖ്യമാകട്ടെ. ദൈവശക്തിയാൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ കർത്താവേ, ബാലൻസ് പ്രോബ്ലം, എഴുന്നേൽക്കുമ്പോൾ തലകറങ്ങുന്നു, അവൻ ഛർദ്ദിക്കാൻ വരുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ സാമ്പത്തിക വിഷയങ്ങളും, ബിൽസ് പേ ചെയ്യാൻ കഴിയുന്നില്ല, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഹൗസ് റെൻ്റ്, സ്കൂൾ ഫീസ് ഒക്കെ പേ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനകത്തൊന്ന് പുറത്തു വരട്ടെ. ഒരു ദൈവിക അത്ഭുതം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. എല്ലാ ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും നല്ല ഫ്രണ്ട്ഷിപ്പും കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നത് ലോകവ്യാപകമായൊരു ഉണർവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അസാധാരണമായൊരു ഉണർവുണ്ടാകണം, ലോകവ്യാപകമായൊരു ഉണർവുണ്ടാകണം. അങ്ങനെ മഹത്വം ഭൂമിയെ മൂടണം. കർത്താവേ, ഈ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഈ ഭൂമി ദൈവത്തിൻ്റെ മഹത്വത്താൽ മൂടപ്പെടട്ടെ. പ്രത്യേകിച്ച് ഇന്ന് പകൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്നലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. നാളത്തെ ഓൺലൈൻ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കുന്നതിനും സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ നിറഞ്ഞു നിൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥിക്കണം, പങ്കെടുക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ, പരീക്ഷയിൽ അകപ്പെടായുവാൻ ഉണർന്നിരുന്ന്
പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമുള്ളത്. ആമേൻ, ആമേൻ. എന്തിനു വേണ്ടിയാ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ കർത്താവോട് പറയുക, ശിഷ്യന്മാരോട് പറയുക, ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗം. എല്ലാ വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ജയകരമായി ജീവിക്കണം. ആമേൻ. ഒരാൾ പോലും രാവിലെ എഴുന്നേൽക്കുന്നത് എനിക്ക് പാപം ചെയ്യണം, അല്ലെങ്കിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകണം, ആമേൻ, 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 എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ വരണം, ഒന്നും അങ്ങനെയുള്ള ചിന്തയിലല്ല ആരും എഴുന്നേൽക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്കിന്ന് ജയകരമായി ജീവിക്കണം, ആമേൻ, ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം എന്നൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ പലർക്കും അത് സാധിക്കാതെ പോകുന്നത് യേശു നമുക്ക് തന്ന ഒരു ശക്തമായ നിർദ്ദേശമാണ്. ആമേൻ, നിങ്ങൾ ആമേൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. വാച്ച് ആൻഡ് പ്രേ. ആമേൻ. യേശു ക്രൂശിലേക്ക് മരിക്കുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുമ്പ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു അസാധാരണമായ നിർദ്ദേശമാണ്. നമുക്കറിയാം, ആമേൻ, യേശു തൻ്റെ അന്ത്യ അത്താഴം ഫിനിഷ് ചെയ്തു. ആമേൻ, ഗത്സമന തോട്ടത്തിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ആമേൻ, എല്ലാവരും ഇരിക്കുന്നു. കർത്താവിൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് ആമേൻ വ്യാകുലപ്പെടുന്നു. ആമേൻ, യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. യേശു പ്രാർത്ഥിക്കുന്നു, ശിഷ്യന്മാർ ഉറങ്ങുന്നു. 3 പ്രാവശ്യം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. ആമേൻ. അത് കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഒരിക്കലും ഞാൻ നിന്നെ തള്ളി പറയത്തില്ലെന്ന് പറഞ്ഞ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞത്. ആ തള്ളി പറഞ്ഞ അന്നേരമല്ല സംഭവിച്ചത്, അത് ഗാർഡനിൽ ആമേൻ ഗത്സമനയിൽ വെച്ച് തന്നെ സംഭവിച്ച കാര്യമാണ്. കാരണം എന്നാ? പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഉറങ്ങിപ്പോയി. അപ്പോൾ എന്താ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ? ആമേൻ, ഉണർന്നിരിക്കുക, വാച്ച്. അതായത് ആത്മീകമായി നീ സജീവമായിരിക്കണം, നീ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. ആമേൻ. നമുക്ക് ചുറ്റും നടക്കുന്ന ആത്മീകമായ കാര്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഹൃദയത്തിൽ അനാവശ്യമായ കാര്യങ്ങൾ കയറി വരാതെ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നതിനെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുന്നവരായിരിക്കണം. ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉറങ്ങിപ്പോയാൽ ആ വ്യക്തിക്ക് അതിനെ പട്ടണത്തെയോ അല്ലെങ്കിൽ ആ ഭവനത്തെയോ ആ ദേശത്തെയോ സൂക്ഷിക്കാൻ സാധിക്കത്തില്ല. ഇതുപോലെ ഒരു ദൈവ പൈതൽ ഉറങ്ങിപ്പോയാൽ ആമേൻ, ആമേൻ, അവനെ ഒരിക്കലും കാര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കത്തില്ല. ഹല്ലേലൂയ. യേശു എന്നാ പറഞ്ഞേ? യേശു പറഞ്ഞത് പിശാചിനെ പേടിക്കുവാനല്ല, ആമേൻ, മറിച്ച് നമ്മളോട് പറഞ്ഞത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇപ്പം റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകും, ഒരു ഹൈവേ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന വഴി നമ്മൾ കണ്ണ് തുറന്ന് ശ്രദ്ധയോടെ ഓടിക്കുന്നതുകൊണ്ടല്ലേ പലപ്പോഴും അപകടങ്ങൾ മാറിപ്പോകുന്നത്. മറിച്ച് ഉറങ്ങിപ്പോയാലോ എന്തും സംഭവിക്കാം. ഇതുപോലെ നമ്മൾ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒഴിവാക്കുന്നത്, ദൈവവചനത്തെ ഒഴിവാക്കുന്നത്, കൂട്ടായ്മയെ ഒഴിവാക്കുന്നത് നമ്മൾ ആത്മീകമായി ഉറങ്ങിപ്പോകുന്നതിന് കാര്യമാകും. അതുകൊണ്ട് ഈ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവേ എനിക്ക് ഇന്നത് തരണമേ അത് തരണമേ എന്നുള്ളതല്ല, മറിച്ച് ദൈവ സാന്നിധ്യത്തിലിരുന്ന് ദൈവവുമായിട്ട് കണക്റ്റായി പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങളെ സ്വീകരിച്ച് ദൈവികമായ ആലോചനകളിൽ പോകുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ശക്തമായിട്ട് പറയുന്നു, എന്തു ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ദൈവം മക്കളെ, ഈ ലോകത്തിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അത്ര നല്ലതായ സാഹചര്യങ്ങളല്ല. ഏത് ദേശത്തേക്ക് നോക്കിയാലും പലതരത്തിലുള്ള പ്രതിസന്ധികളാണ്. ശത്രു തൻ്റെ മക്കളെ വീഴിക്കുവാൻ വേണ്ടി ആരെ വിഴുങ്ങേണ്ടു എന്ന് അവൻ ചിന്തിച്ചുകൊണ്ട് അലറുന്ന സിംഹം പോലെ ഓടി നടക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചറിയണം, ഉണർന്ന് പ്രാർത്ഥിക്കണം, ആത്മീകമായി സജീവമായിരിക്കണം. ഒരു വിഷയം വരുമ്പോൾ ഉള്ള പ്രാർത്ഥനയല്ല, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ, വീട്ടിലൊരു വിഷയം വരുമ്പോൾ ഉള്ള പ്രാർത്ഥനയല്ല. സജീവ പ്രാർത്ഥന ഉണ്ടാകണം, ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കണം, കൂട്ടായ്മയായിരിക്കണം ദൈവവുമായി. അപ്പോൾ എന്ത് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡിഫെൻസീവ് സിസ്റ്റവും നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റവും ഒക്കെ സ്പിരിച്വൽ സെക്യൂരിറ്റി, സ്പിരിച്വൽ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നല്ലവണ്ണം വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയുവാനും മനസ്സിലാക്കാനും കഴിയും. ജോസഫിനെ നോക്കി, ജോസഫിനെ പോത്തിഫറിൻ്റെ ഭാര്യ പ്രലോഭിപ്പിച്ചു. പക്ഷേ ആമേൻ, ജോസഫിന് ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ജോസഫിനെ അതിനകത്തുനിന്ന് രക്ഷിച്ചത്. ദാനിയേലിനോട് നോക്കിയാലും ദാനിയേലിൻ്റെ ജീവിതത്തിലും പലതരത്തിലുള്ള പ്രഷർ വന്നപ്പോഴും അതിനകത്ത് ദാനിയേൽ എന്ത് ചെയ്തു? വിശ്വസ്തനായി നിന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ നോക്കുമ്പോൾ യേശുവിലേക്ക് നോക്കിയാലും യേശു ആ ക്രൂശീകരണത്തിൻ്റെ മുകളിലേക്ക് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് യേശു പിതാവിനോടുള്ള കൂട്ടായ്മയിൽ നിന്ന് തനിക്കിതിനെ ഓവർകം ചെയ്യുവാൻ. പക്ഷേ പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് പ്രാർത്ഥിക്കുന്നതിന് വരെ ഉറങ്ങിപ്പോയപ്പോൾ പത്രോസ് പരീക്ഷയിൽ അകപ്പെടുവാൻ ഇടവന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കോപത്തെ ജയിക്കണോ,
അസൂയയെ ജയിക്കണോ, കയ്പിനെ ജയിക്കണോ, ആമേൻ, അഹങ്കാരത്തെ ജയിക്കണോ, മടിയെ ജയിക്കണോ, നുണ പറയുന്ന സ്വഭാവത്തെ ജയിക്കണോ, പൈസയോടുള്ള സ്നേഹത്തെ ജയിക്കണോ, ഏതെങ്കിലും അഡിക്ഷൻസ് ഉണ്ടോ അതിനോട് ജയിക്കണോ, ദൈവത്തെ സേവിക്കാൻ പറ്റാത്ത സമയമില്ലാതെ ബിസിയായി പോകുന്നു അതിനെ ജയിക്കണോ, നിരാശയെ ജയിക്കണോ, ഭയത്തെ ജയിക്കണോ, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയെ ജയിക്കണോ, ആമേൻ ആമേൻ, ഈ കോംപ്രമൈസുകൾ ചെയ്യുക, ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ അല്ലാതെ കോംപ്രമൈസുകൾ ചെയ്യുന്നു അതിനെ ജയിക്കണോ, ആമേൻ, ചിലരെ സംബന്ധിച്ച് അവർക്ക് കുടുംബത്തെ നയിക്കാൻ അറിയാമല്ല അതിനെ ജയിക്കണോ, ആമേൻ, പ്രാർത്ഥനയിലുള്ള ഇഷ്ടക്കേടിനെ ജയിക്കണോ, ഇതിനെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ അധികാരത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ദൈവവചനം ധ്യാനിക്കുക, പരിശുദ്ധാത്മാവിനോട് ചോദിക്കാൻ എന്നെ സഹായിക്കണമേ, ദൈവവുമായിട്ട് കണക്റ്റഡായി നിൽക്കുക. അങ്ങനെ വന്നാൽ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, നിങ്ങൾ ജയകരമായി മുന്നേറും, പരാജയപ്പെട്ടു പോകത്തില്ല. ആമേൻ. പ്രശ്നം വന്നതിന് ശേഷമല്ല, അതിനു മുമ്പേ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് പ്രാർത്ഥനയുടെ നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഭയങ്കര ആവശ്യമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ കേൾക്കുന്ന ദൈവമക്കളെ, ഇതൊരു പ്രോഫറ്റിക്കൽ മെസ്സേജായിട്ട് കേട്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ വീര്യം വർദ്ധിപ്പിക്കുക, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കുക, ദൈവവചനത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക, കൂട്ടായ്മയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക. അങ്ങനെ വന്നാൽ ഈ പ്രതിസന്ധികളെയൊക്കെ ഓവർകം ചെയ്യാൻ കർത്താവ് സഹായിക്കും കേട്ടോ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ മുമ്പേ നിങ്ങൾക്ക് അലാറം അടിക്കും, ആമേൻ, അലേർട്ട് വരും. അതായത് മുൻപേ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും പ്രശ്നം വരുന്നതിന് മുമ്പേ. അപ്പം ആ പ്രശ്നത്തെ കണ്ട് അതിനെ ജയിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുക. ശിംശോൻ, ആമേൻ, ആ സ്ത്രീയുടെ മടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി, ആത്മീക ഉറക്കം, ആമേൻ, നഷ്ടപ്പെട്ടു. യോന, ആമേൻ, എന്തുപറ്റി? കപ്പലിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അതുപോലെ ആത്മീകമായി ഉറങ്ങിപ്പോകരുത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക, ശക്തരായി മാറുക, ജയാളികളായി മാറുക. ദൈവം നമ്മളെ വിളിച്ചത് ജയിച്ച് ജീവിക്കുവാനാണ്, പരാജയപ്പെട്ടു പോകാനല്ല കേട്ടോ. കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. കരമുയർത്തി പറ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.